ഹലോ ജെഇ ആസ്പിറൻസ്. സോ ധീര ജെഇ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം സൈലത്തിൻ്റെ ഈ മാസത്തെ ഫിസിക്സിൽ ധീര ജെയിലുള്ള നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണ് നമ്മളെന്ന് പറയുന്നൊരു വീഡിയോ ആണിത്. അപ്പം ധീരയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ +1 എന്നാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. സോ നമ്മൾ ഈ ഒരു മന്തിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും സ്ട്രേറ്റ് ലൈൻ, മോഷനെ സ്ട്രേറ്റ് ലൈനും കംപ്ലീറ്റ് ചെയ്യുകയും മോഷനെ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനുവരിയിലാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കീപ്പ് ചെയ്യുന്നൊരു മൊമെൻറ്റം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തടുത്ത ചാപ്റ്റേഴ്സ് വരുമ്പോഴും നിങ്ങളത് കീപ്പ് ചെയ്ത് തന്നെ പോകണം. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ ലൈവുകളിൽ നിങ്ങൾക്ക് അവിടെ ഡയമെൻഷൻസും സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സും എറേഴ്സും ഇൻസ്ട്രുമെൻറ്റ്സ് അടക്കമുള്ള നമ്മുടെ ജെഇ മെയിൻസിൻ്റെ ചോദ്യങ്ങളും അതേപോലെ ജെഇയുടെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. സിമിലർലി നമ്മൾ അതിൻ്റെ ബേസിലുള്ള ഒരു FAT എക്സാം, പാറ്റ് എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോഷനെ സ്ട്രേറ്റ് ലൈനും ഇങ്ങനെ തന്നെയാണ്. മോഷനെ സ്ട്രേറ്റ് ലൈനും പ്രധാനമായിട്ട് വരുന്ന ഇപ്പോൾ ഡെറിവേറ്റീവ്സ് ഇൻ്റഗ്രേഷൻസ് അപ്ലൈ ചെയ്യുന്ന പോർഷൻസും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അടക്കമുള്ള ന്യൂട്ടൺസ് കൈനമാറ്റിക്സ് ഇക്വേഷൻസ് കൊടുക്കുന്ന പോർഷൻസും അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ബേസിലുള്ള ജെഇ ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ മാസം നിങ്ങൾ ഫിസിക്സിൽ പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് യൂണിറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ എറേഴ്സും ഇൻസ്ട്രുമെൻറ്റ്സിലും തന്നെ. ഡയമെൻഷൻസ് സാധാരണ എപ്പോഴും നിങ്ങൾ പഠിക്കാറുള്ളതാണ്, എന്നാൽ പോലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻസ്ട്രുമെൻറ്റ്സിൽ തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് നല്ല സ്ട്രെസ് കൊടുക്കണം. നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുള്ള, അത്യാവശ്യം ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഏരിയയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ മാക്സിമം സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ മോഷനെ സ്ട്രേറ്റ് ലൈനൊക്കെ വന്നു കഴിയുമ്പോൾ ഗ്രാഫ്സും കൈനമാറ്റിക്സ് ബേസ്ഡുള്ള ചോദ്യങ്ങളും അതിൻ്റെ അഡ്വാൻസ് ക്വസ്റ്റ്യൻ 2-3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റൂട്ട് എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യണം എന്നുള്ളൊരു കാര്യം കുറേ കൂടെ ക്ലിയർ ആകും. മോഷൻ്റെ പ്ലെയിനിലേക്ക് വന്നാൽ പ്രൊജക്ടൈൽ മോഷനും റിലേറ്റീവ് വെലോസിറ്റിയിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിൽ എല്ലാം പഠിക്കണം, എന്നാൽ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് കൈനമാറ്റിക്സ് എന്ന സെക്ഷൻ്റെ മേജർ പോർഷൻസിലൂടെയാണ്. അപ്പോൾ ഇതൊക്കെ ജെഇ മെയിൻസിന് ഈ ചാപ്റ്റേഴ്സൊക്കെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് അടക്കമുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റെഡിയാകും. ഇനി അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ FAT എക്സാം നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ മീൻസ് നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങളുടെ ജെഇ പാറ്റേണിലുള്ളത് അറ്റൻഡ് ചെയ്യുക. സ്കോർ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്കോർ അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതുന്ന പരീക്ഷകളിൽ നിങ്ങളൊരു 300-ൽ ഒരു 150 എബോവ് ടാർഗറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇനി അങ്ങോട്ട് വരുന്നതിൽ നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 150 എബോവ് എയിം ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമുകൾ എഴുതാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസ്കഷൻ പാനൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സെഷനിലുണ്ട്. അപ്പം ക്ലാസ്സുകളിൽ നടക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ നിങ്ങളുടെ ഓൾ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഐക്കണിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡൗട്ട്സും അങ്ങോട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സിമിലർലി ടീച്ചേഴ്സും കമ്മ്യൂണിറ്റിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മാസത്തെ നമ്മുടെ പ്ലാനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇൻ കേസ് ഇനിയും ധീരയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ ബാക്കപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെൻഡിങ് ക്ലാസ്സുകൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്ത് പോകാൻ സാധിക്കും. ഇനിയും നമ്മൾ വൈകിക്കഴിഞ്ഞാൽ ചാപ്റ്ററുകളുടെ എണ്ണം കൂടുകയും പെൻഡിങ് ക്ലാസ്സുകൾ കവർ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് 6009-100-300 എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാൻ സാധിക്കും. സോ അതുപോലെ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസും +2 സ്കോറിൻ്റെയൊക്കെ ബേസിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ യൂണിറ്റ്സ്, സ്ട്രേറ്റ് ലൈൻ, പ്ലെയിൻ. ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ഈ ഒരു മാസത്തെ പ്ലാൻ എന്ന് പറയുന്നത്. സിമിലർലി ബാക്കി സബ്ജക്ട്സിൻ്റെ നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.